PV അൻവർ ഉയർത്തിയ ആരോപണങ്ങളിൽ അന്വേഷണവുമായി സർക്കാർ. DGPയുടെ നേതൃത്വത്തിൽ അന്വേഷണ സംഘം രൂപീകരിച്ചതായി ഉത്തരവിറങ്ങി. PV അൻവർ MLA നൽകിയ പരാതിയും ADGP MR അജിത് കുമാർ നൽകിയ കത്തും അന്വേഷണ വിഷയമാകുമെന്ന് ഉത്തരവിൽ പറയുന്നു. എന്നാൽ ADGP MR അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റി നിർത്തിയല്ല അന്വേഷണം എന്നതും ശ്രദ്ധേയമാണ്. ശ്രീജിത്ത് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ശ്രീജിത്ത്, രണ്ടു കാര്യങ്ങൾ. ഒന്ന്, ADGP MR അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റാതെയാണ് അദ്ദേഹത്തിന്റെ കീഴിൽപ്പെടുന്ന ഉദ്യോഗസ്ഥരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഈ അന്വേഷണം. ആ അന്വേഷണം ഇനി എങ്ങനെയായിരിക്കും പോവുക എന്നുള്ളതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ വിഷയത്തിൽ പൊളിറ്റിക്കൽ സെക്രട്ടറി ഇപ്പോഴും ആ സ്ഥാനത്ത് തന്നെ തുടരുകയും ചെയ്യുന്നുണ്ട്. സുജിത് ദാസിനെതിരെ സസ്പെൻഷൻ പോലും എത്താത്ത സാഹചര്യമുണ്ട്. കേവലം സ്ഥലം മാറ്റം മാത്രമാണ് ആദ്യഘട്ടത്തിലുള്ളത്. അതിൻ്റെ അർത്ഥം PV അൻവർ ഉന്നയിച്ച എല്ലാ ആരോപണങ്ങളും അതേ ഗൗരവത്തിൽ എടുക്കുന്നു എന്നാണോ, അതല്ല ഇതൊരു പേരിനുള്ള അന്വേഷണമായി മാറുകയാണോ? അരുൺ, PV അൻവർ ഉന്നയിച്ച എല്ലാ ആരോപണങ്ങളെയും അതേ ഗൗരവത്തിൽ സർക്കാർ എടുക്കുന്നില്ല എന്നതിൻ്റെ കൃത്യമായ തെളിവാണ് ഇപ്പോൾ സർക്കാർ പുറത്തിറക്കിയിരിക്കുന്ന ഈ ഉത്തരവ്. അൻവറിൻ്റെ ആരോപണങ്ങൾ മാത്രമല്ല, ADGP MR അജിത് കുമാർ ഈ മാസം 1 നൽകിയ പരാതിയും കണക്കിലെടുക്കുന്നുണ്ട്. ഈ രണ്ട് കാര്യങ്ങളും ഒരുമിച്ച് അന്വേഷിക്കുന്നതിന് വേണ്ടിയാണ് അന്വേഷണ സംഘത്തെ രൂപീകരിച്ചിരിക്കുന്നതെന്നാണ് ഉത്തരവിൽ പറയുന്നത്. അതായത് സംസ്ഥാന പോലീസ് മേധാവി ഷേഖ് ദർവേഷ് സാഹിബിൻ്റെ നേതൃത്വത്തിൽ ഉള്ള 5 അംഗ സംഘം PV അൻവർ ഉയർത്തിയ ആരോപണങ്ങൾ മാത്രമല്ല, ആ കാര്യത്തിൽ ഉയർന്ന ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിൽ അൻവറിനെ എതിരെ അടക്കം നൽകിയ MR അജിത് കുമാറിൻ്റെ പരാതിയും സർക്കാർ പരിഗണിക്കുന്നു. അതും ഈ അന്വേഷണ സംഘത്തിൻ്റെ മുന്നിലുള്ള പരിഗണനാ വിഷയമാണ് എന്നാണ് വ്യക്തമാകുന്നത്. മാത്രമല്ല, സുജിത് ദാസും MR അജിത് കുമാറും ഒക്കെ തന്നെ അവർക്ക് കാര്യമായ സംരക്ഷണം കിട്ടുന്നു എന്നതും ഇതിൻ്റെ ഒരു സൂചനയാണ്. MR അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റിക്കൊണ്ടുള്ള തീരുമാനം ഇതുവരെ വന്നിട്ടില്ല. സംസ്ഥാന പോലീസ് മേധാവി അന്വേഷണ സംഘത്തെ നയിക്കുമ്പോഴും ആ അന്വേഷണ സംഘത്തിൽ അദ്ദേഹം ഒഴികെയുള്ള ബാക്കി 4 പേരും MR അജിത് കുമാറിൻ്റെ കീഴിൽ ജോലി ചെയ്യുന്ന താഴ്ന്ന റാങ്കിലുള്ള ഉദ്യോഗസ്ഥരാണ്. ദൈനംദിന അന്വേഷണ കാര്യങ്ങളിൽ സംസ്ഥാന പോലീസ് മേധാവിക്ക് ഇടപെടുന്നതിന് പരിമിതിയുണ്ട്. അദ്ദേഹത്തിന് മറ്റൊരുപാട് ചുമതലകൾ നിർവഹിക്കുന്ന ഉദ്യോഗസ്ഥനാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് ദൈനംദിന അന്വേഷണ കാര്യങ്ങൾ നേരിട്ട് മേൽനോട്ടം വഹിക്കുന്നതിനും ഇടപെടുന്നതിനും പരിമിതിയുണ്ട്. അപ്പോൾ ഈ അന്വേഷണം നടത്തുന്ന കീഴുദ്യോഗസ്ഥർക്ക് എത്ര കണ്ട് നീതിപൂർവകമായി, നിഷ്പക്ഷമായി, ഫലപ്രദമായി ഈ അന്വേഷണം നടത്താൻ കഴിയും എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. മാത്രമല്ല, ഫോൺ ചോർത്തൽ പോലുള്ള വളരെ നിർണായകമായ വെളിപ്പെടുത്തലുകൾ PV അൻവറിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. അതായത് ഉന്നതരായ ഭരണ നേതൃത്വത്തിൻ്റെ, അതോടൊപ്പം തന്നെ മന്ത്രിമാരുടെ, ഉദ്യോഗസ്ഥരുടെ, മാധ്യമപ്രവർത്തകരുടെയൊക്കെ ഫോൺ ചോർത്തുന്ന നടപടി MR അജിത് കുമാറിൻ്റെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട്. അതൊന്നും നിയമങ്ങൾ പാലിക്കാതെയും ചട്ടങ്ങൾ പാലിക്കാതെയുമാണ് എന്നുകൂടി വ്യക്തമാകുന്നുണ്ട്. അപ്പോൾ ഇതേപ്പറ്റിയുള്ള അന്വേഷണം നടത്തുന്നത് ഗൗരവതരമായൊരു അന്വേഷണം ആവശ്യപ്പെടുന്ന സാഹചര്യമാണ്. ആ ഗൗരവത്തിനകത്തുള്ള അന്വേഷണമാണോ സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്ന് സംശയമാണ് ഇപ്പോൾ ബലപ്പെടുന്നത്. മാത്രമല്ല, ഫോണിലൂടെ കുറ്റസമ്മതം നടത്തിയ പരാതി പിൻവലിക്കാൻ PV അൻവറിനോട് കാല് പിടിച്ചപേക്ഷിച്ച സുജിത് ദാസിനെ പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവി സ്ഥാനത്ത് നിന്നും മാറ്റിയതല്ലാതെ ഒരു നടപടിയും അദ്ദേഹത്തിനെതിരെ ഇല്ല. പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ ഹാജരാകാൻ മാത്രമാണ് നിർദ്ദേശം. പുതിയ പോസ്റ്റിംഗ് നൽകിയിട്ടില്ല എന്നതൊഴിച്ചാൽ കാര്യമായ ഒരു നടപടിയും സുജിത് ദാസിനെതിരെ ഇല്ല എന്നതും വളരെ അതിശയിപ്പിക്കുന്ന കാര്യമാണ്. എന്തായാലും സർക്കാരിൻ്റെ ഇപ്പോഴത്തെ ഈ അന്വേഷണ പ്രഖ്യാപനവും മുന്നോട്ട് പോക്കും ഏറെ സംശയങ്ങൾ കിടന്നിൽക്കുന്നു. ഒപ്പം തന്നെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിക്കെതിരെ ഒരു തരത്തിലുള്ള ഇടപെടലോ അന്വേഷണമോ ഇല്ല. എന്നാൽ അത് ഭരണതലത്തിൽ നടക്കുന്ന ഒരു തീരുമാനമോ അന്വേഷണമോ ആവില്ല ശശിയുടെ കാര്യത്തിൽ സംഭവിക്കുക. മറിച്ച് CPIMൻ്റെ സംഘടനാ തലത്തിൽ നടക്കുന്ന പരിശോധനകളും മറ്റുമായിരിക്കും ശശിയെ സംബന്ധിച്ച കാര്യങ്ങളിൽ തീരുമാനമെടുക്കുക. എന്തായാലും കാരാട്ട് റസാഖ് അടക്കമുള്ള CPIM സഹയാത്രികർ ഇപ്പോൾ തന്നെ ശശിക്കെതിരെ ശക്തമായ രംഗത്തുണ്ട്. ശശിയെ മാറ്റാതെ ഫലപ്രദമായി കാര്യങ്ങൾ നടക്കില്ല എന്ന കാര്യം ഇപ്പോൾ ആവർത്തിച്ച് ആരോപിക്കുകയാണ്. ഈ ശ്രീജിത്ത്, വളരെ കൗതുകകരമായ ഒരു കാര്യം, ഇപ്പോൾ കാരാട്ട് റസാഖ് നമ്മളോട് സംസാരിക്കുമ്പോൾ കാരാട്ട് റസാഖ് പറയുന്നു തനിക്ക് SP-ക്കെതിരെയോ അഡീഷണൽ DGP-ക്കെതിരെയോ പരാതിയൊന്നുമില്ല. തനിക്ക് ആകെയുള്ള കൺസേൺ ഈ പൊളിറ്റിക്കൽ സെക്രട്ടറി തങ്ങൾക്ക് ആക്സസ് കൊടുക്കുന്നില്ല മുഖ്യമന്ത്രിയുമായി. ചില വിഷയങ്ങൾ പറഞ്ഞാൽ വേഗത്തിൽ കാര്യങ്ങൾ നടത്തിയെടുക്കാൻ സാധിക്കുന്നില്ല. അതായത് ഏതെങ്കിലും ആഭ്യന്തര വകുപ്പുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഈ പറയുന്ന KT ജലീലോ അതല്ലെങ്കിൽ കാരാട്ട് റസാഖോ PV അൻവറോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും നേതാക്കളോ പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ ഒരു കാര്യം പറഞ്ഞാൽ കാര്യം നടക്കുന്നില്ല എന്നാണ് ഒരു പ്രധാനപ്പെട്ട ആരോപണം. ആ ആരോപണത്തിൻ്റെ പുറത്താണ് പറയുന്നത് PV അൻവർ ഉന്നയിച്ചിരിക്കുന്ന മറ്റ് ആരോപണങ്ങളിലും പ്രതിസ്ഥാനത്ത് നിൽക്കുന്നവരെ സംരക്ഷിക്കാൻ വേണ്ടി ഈ പൊളിറ്റിക്കൽ സെക്രട്ടറി ഇടപെടുന്നു എന്നുള്ളത്. പക്ഷേ ഇതൊന്നും തെളിവുകളില്ലാതെ പറയുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. PV അൻവറിൻ്റെ വാക്കിൽ തന്നെ പറഞ്ഞാൽ വക്കും മൂലയും പൊട്ടിയിരിക്കുന്ന ആരോപണങ്ങൾ എന്ന നിലയിലാണത് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ അന്വേഷണ സംഘം അന്വേഷിച്ചത് പൂരിപ്പിക്കണം. പക്ഷേ അവിടെ
എൻ്റെ ചോദ്യം, ഈ ക്രമസമാധാന ചുമതലയുള്ള ADGP ആ നിലയിൽ നിർത്തിക്കൊണ്ട് ഈ അന്വേഷണം നടത്തുമ്പോൾ അദ്ദേഹത്തോട് റിപ്പോർട്ട് ചെയ്യേണ്ട ചില ഉദ്യോഗസ്ഥരെങ്കിലും ഈ അന്വേഷണ സംഘത്തിലുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശ്രീജിത്തിന് അന്വേഷിച്ചിട്ട് പറയാം. ആ അന്വേഷണം എത്ര കണ്ട് സത്യസന്ധമായിരിക്കുമെന്നൊരു ചോദ്യം പൊതുസമൂഹത്തിന് ഉയരില്ലേ? അരുൺകുമാർ, ഏറ്റവും ആദ്യമായി പറഞ്ഞാൽ ഈ MR അജിത് കുമാറിനോട് ക്രമസമാധാന ചുമതലയുള്ള ADGP എന്ന നിലയിൽ റിപ്പോർട്ട് ചെയ്യേണ്ട രണ്ട് പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥർ ഈ സംഘത്തിലുണ്ട്. അതിലൊന്ന് ഈ അന്വേഷണ സംഘത്തെ യഥാർത്ഥത്തിൽ നയിക്കാൻ പോകുന്ന തിരുവനന്തപുരം റേഞ്ച് IG ആയ G സ്പർജൻ കുമാറാണ്. അദ്ദേഹം ലോ ആൻഡ് ഓർഡറിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ ഇമ്മീഡിയറ്റ് റിപ്പോർട്ടിംഗ് ഓഫീസർ എന്ന് പറയുന്നത് ക്രമസമാധാന ചുമതലയുള്ള ADGP MR അജിത് കുമാറാണ്. മറ്റൊന്ന് തൃശ്ശൂർ റേഞ്ച് DIG തോംസൺ ജോസാണ്. അദ്ദേഹത്തിൻ്റെയും ഇമ്മീഡിയറ്റ് റിപ്പോർട്ടിംഗ് അതോറിറ്റി എന്ന് പറഞ്ഞാൽ അത് ക്രമസമാധാന ചുമതലയുള്ള MR അജിത് കുമാർ തന്നെയാണ്. അപ്പോൾ ഈ അന്വേഷണത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട റോളുകൾ വഹിക്കുന്ന, ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന രണ്ട് ഉദ്യോഗസ്ഥർ, അത് IG റാങ്കിലും DIG റാങ്കിലുമുള്ള രണ്ട് ഉദ്യോഗസ്ഥരെങ്കിലും ക്രമസമാധാന ചുമതലയുള്ള ADGPയുടെ റിപ്പോർട്ടിങ്ങിന് കീഴിൽ വരുന്ന ആളുകളാണ്. ബാക്കി സംസ്ഥാന പോലീസ് മേധാവി, അദ്ദേഹം സംസ്ഥാനത്തെ ഏറ്റവും ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥനാണ് എന്ന നിലയിൽ മാറ്റി നിർത്താം. ബാക്കിയുള്ള രണ്ടുപേർ, അതൊന്ന് ക്രൈംബ്രാഞ്ച് തിരുവനന്തപുരം SP മധുസൂദനും മറ്റൊന്ന് സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ചിൻ്റെ SP ആയ ഷാനവാസുമാണ്. അവരുടെ രണ്ടുപേരുടെയും റിപ്പോർട്ടിംഗ് അതോറിറ്റി MR അജിത് കുമാർ അല്ല. എന്നാൽ പ്രധാനപ്പെട്ട റോൾ വഹിക്കുന്ന സ്പർജൻ കുമാറിൻ്റെയും തോംസൺ ജോസിൻ്റെയും റിപ്പോർട്ടിംഗ് അതോറിറ്റി ക്രമസമാധാന ചുമതലയുള്ള ADGP ആണ്. അവർ ദൈനംദിന കാര്യങ്ങളിൽ ഇത്തരത്തിൽ ADGPയുടെ അനുമതിയും അതോടൊപ്പം തന്നെ ഉപദേശങ്ങളും സ്വീകരിക്കാറുണ്ടെന്ന കാര്യം വ്യക്തമാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ അന്വേഷണം ഫലപ്രദമായി നടക്കുക? MR അജിത് കുമാറിനെ പോലെ ഇത്രയും ഗുരുതരമായ ആരോപണങ്ങൾ നേരിടുന്ന ഒരാളെ എങ്ങനെ ക്രമസമാധാന ചുമതലയിൽ വെച്ചുകൊണ്ട് മുന്നോട്ട് പോകും എന്നത് ഒരു പ്രശ്നവുമാണ്. മറ്റൊന്ന്, കാരാട്ട് റസാഖൊക്കെ ഉന്നയിക്കുന്ന കാര്യങ്ങളിലേക്ക് വന്നാൽ, സംസ്ഥാനത്തെ പോലീസിലെ കാര്യങ്ങൾ നടത്തുന്ന ഏകജാലക സംവിധാനമാണ് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശി എന്ന് പറയുന്നത്. അതായത് CPIMൻ്റെ ഭരണരീതി അനുസരിച്ച് എല്ലാവരും കയറി ഈ പോലീസിൻ്റെ കാര്യത്തിൽ അഭിപ്രായം പറയുകയോ ഇടപെടൽ നടത്തുകയോ ചെയ്യില്ല. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ആഭ്യന്തര വകുപ്പുമായി ബന്ധപ്പെട്ട ഫയലുകൾ കൈകാര്യം ചെയ്യാൻ ഒരു ഉദ്യോഗസ്ഥരുണ്ട്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയവും നയപരവുമായ തീരുമാനങ്ങളിലേക്ക് പോകുന്നത് P ശശി വഴിയാണ്. അപ്പോൾ അദ്ദേഹം ഈ രംഗത്ത് ഒരു ഏകജാലക സംവിധാനമായി ഒരു സിംഗിൾ വിൻഡോ ആയി പ്രവർത്തിക്കുകയാണ്. മുഖ്യമന്ത്രിയിലേക്കുള്ള ആക്സസും ഈ ആഭ്യന്തര വകുപ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലും ഒപ്പം തന്നെ മറ്റ് പോലീസുമായി ബന്ധപ്പെട്ട പരാതികളിലുമൊക്കെ തന്നെ പരാതികൾ കേൾക്കുന്ന സംവിധാനമായി P ശശിയാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ആഗ്രഹിക്കുന്ന വേഗത്തിൽ നടപടിയെടുക്കാത്തതുകൊണ്ട് അദ്ദേഹത്തിനെതിരെ പരാതികളും വിമർശനങ്ങളും വരുന്നത് സ്വാഭാവികമാണ്. എന്നാൽ ഇപ്പോൾ വന്നിരിക്കുന്ന ആരോപണങ്ങൾ പലതും അതീവ ഗുരുതര സ്വഭാവത്തിലുള്ളതാണ്. അതായത് സ്വർണ്ണക്കടത്ത് ബന്ധമുള്ള ADGPയെയും സ്വർണ്ണക്കടത്ത് ബന്ധമുള്ള ജില്ലാ പോലീസ് മേധാവിയും ഒക്കെ സംരക്ഷിക്കുന്നുവെന്ന ആരോപണം വരുമ്പോൾ അത് ചെറുതല്ല. മാത്രമല്ല, സർക്കാരിൻ്റെ നയത്തിനും നിലപാടുകൾക്കും അനുസരിച്ചുള്ള പ്രവർത്തനമാണോ പോലീസ് നടത്തുന്നത് എന്ന കാര്യം ഉറപ്പുവരുത്തുന്നില്ല തുടങ്ങിയ ആരോപണങ്ങൾ അദ്ദേഹത്തിനെതിരെയുണ്ട്. എന്നാൽ ഈ ആരോപണങ്ങളെല്ലാം PV അൻവർ ഉയർത്തുമ്പോൾ തന്നെ ഒരു മേൽനോട്ട പിശകല്ലാതെ മറ്റൊന്നും ശശിയിൽ കാണാൻ കഴിയില്ല എന്ന നിഗമനത്തിലാണ് CPIMൻ്റെയും സർക്കാരിൻ്റെയും നേതൃത്വം ഉള്ളത്. ഒരു കാര്യം കൂടി, നിലവിൽ റസാട്ട് കാരാക്ക്, KT ജലീൽ, PV അൻവർ ഈ മൂന്ന് പേരും ഇടതുപക്ഷത്തെ CPIMൽ നിന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഇടതുപക്ഷത്തെ പാർട്ടിയിൽ നിന്നോ ഇടതുപക്ഷത്തേക്ക് വന്നവരല്ല. അവർ പുറത്തുനിന്നും അകത്ത് വന്ന 3 പേരാണ്. അവരാണിപ്പോൾ CPIMനുള്ളിലെ ഒരു പൊളിറ്റിക്കൽ സെക്രട്ടറി, സംസ്ഥാന സമിതി അംഗത്തിനെതിരെയുള്ള ആരോപണം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതെങ്ങനെയാണ് ഇനി ഉരുത്തിരിയാൻ പോകുന്നത്? പാർട്ടിക്ക് പുറമേ നിന്ന് വന്ന് ഇടതുപക്ഷ മുന്നണിയിൽ സഹയാത്രികരായി തീർന്നവർ CPIMലെ സംസ്ഥാന സമിതിയിൽപ്പെട്ട ഒരു പൊളിറ്റിക്കൽ സെക്രട്ടറിയെ തിരുത്താനും അദ്ദേഹത്തെ മാറ്റാനും ആവശ്യപ്പെടുന്നു എന്നുള്ളത് വളരെ വിചിത്രമായി ഇരിക്കില്ലേ? അടുത്ത കാലത്തെങ്ങും ഇങ്ങനെയൊരു അവസ്ഥ CPIMന് സംഭവിച്ചിട്ടുണ്ടാവില്ലല്ലോ. അതുകൊണ്ടാണോ തന്ത്രപരമായ മൗനം CPIMൻ്റെ ഉള്ളിലുള്ളത്? മാത്രവുമല്ല, നേരത്തെ VS സുനിൽകുമാറുമായി സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആരോപണം P ശശിയിലേക്ക് നീളുന്നതേയില്ല. ഉദ്യോഗസ്ഥരിൽ അവിടെ നിർത്തുന്നു, രാഷ്ട്രീയ ഗൂഢാലോചന എന്ന് പറയുമ്പോഴും. അപ്പോൾ എന്താണിത് മനസ്സിലാക്കേണ്ടത് ശ്രീജിത്ത്? ഇതൊരു അസാധാരണമായ സാഹചര്യമാണോ ഇടതുമുന്നണിയിൽ? തീർച്ചയായും 1957 മുതലുള്ള ഈ കമ്മ്യൂണിസ്റ്റ് സർക്കാരുകൾ എടുത്താൽ ഒരു ഇതപര്യന്തം ഉണ്ടാകാത്ത തരത്തിലുള്ള നാടകീയമായ സംഭവ വികാസങ്ങളാണ് ഈ PV അൻവറിൻ്റെ ആരോപണങ്ങളുമായി വിമർശനങ്ങളുമായി ബന്ധപ്പെട്ടിപ്പോൾ CPIMൻ്റെ നേതൃത്വം നൽകുന്ന ഭരണത്തിൽ സംഭവിക്കുന്നത്. ഒരു കാലത്തും ഉണ്ടാവാത്ത വിധം ഒരു പാർട്ടിയുടെ MLA, അദ്ദേഹം സ്വതന്ത്രനായിക്കോട്ടെ അല്ലാത്ത ആളായിക്കോട്ടെ, അദ്ദേഹം നടത്തുന്ന ഒരു തരത്തിലൊരു കൊട്ടാര വിപ്ലവമാണ് ഇപ്പോൾ ഈ പാർട്ടിക്കകത്ത്, സർക്കാരിനകത്ത് നടക്കുന്നത്. ഇവിടെ അരുൺ സൂചിപ്പിച്ച 3 പേരുകൾക്ക് പുറമെ മറ്റൊരു പേരുകൾ കൂടിയുണ്ട്. അതായത്
അതായത് PV അൻവറിനും ഡോക്ടർ KT ജലീലിനും കാരാട്ട് റസാക്കിനും പുറമെ മന്ത്രി അബ്ദുറഹ്മാനും ഈ പോലീസുമായി ബന്ധപ്പെട്ട വിമർശനത്തിൽ ഉണ്ട് എന്ന കാര്യം നമ്മൾ മറന്നുകൂടാ. മലപ്പുറത്ത് പോലീസിൻ്റെ ഒരു പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് ആദ്യം പോലീസ് സംവിധാനത്തിൻ്റെ പ്രവർത്തനത്തിലെ പോരായ്മകളെക്കുറിച്ച് വിമർശിച്ചത് മന്ത്രി V അബ്ദുറഹ്മാനാണ്. ഒരു മന്ത്രി പോലീസ് സംവിധാനത്തെ വിമർശിക്കുക എന്ന് പറയുമ്പോൾ അതിൻ്റേതായ ഗൗരവമുണ്ട്. ഒരു MLA പറയുന്നതിനേക്കാൾ കുറച്ചുകൂടി, അതായത് അദ്ദേഹം കൂടി ഭാഗവാക്കായ സർക്കാർ, അദ്ദേഹം കൂടി ഭാഗവാക്കായ മന്ത്രിസഭയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന പോലീസ് സംവിധാനത്തിനെതിരെയാണ് ആ മന്ത്രി തന്നെ വിമർശിക്കുന്നത് എന്നത് കാണണം. അപ്പോൾ V അബ്ദുറഹ്മാനാണ് ആദ്യ വിമർശനം ഉന്നയിച്ചത്. ഇപ്പോൾ PV അൻവർ ഉയർത്തിയ പല ആരോപണങ്ങളോടും അബ്ദുറഹ്മാന് യോജിപ്പുണ്ട് എന്നാണ് അദ്ദേഹവുമായി അടുപ്പമുള്ള വൃത്തങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. എന്നാൽ അത് വിവാദ ഛായ വന്നതോടുകൂടി അക്കാര്യത്തിൽ ഇടപെട്ട് അഭിപ്രായം പറയാൻ കഴിയാത്ത പരിമിതി മന്ത്രി എന്ന നിലയിൽ അബ്ദുറഹ്മാനുണ്ട്. ഓക്കെ, എന്തായാലും ഉരുത്തിരിഞ്ഞു വരട്ടെ, നമുക്ക് കാത്തിരുന്ന് കാണാം അല്ലേ എന്നുള്ളതാണ്. ശ്രീജിത്തെ, അഭി പിക്ചർ ബാക്കി ഹേ എന്ന് പറഞ്ഞതുപോലെ ഇനിയും കാണാൻ ഒരുപാട് നാടകീയ സംഭവ വികാസങ്ങൾ ഉണ്ടാവാം. കൂടിയാലോചനയുണ്ടായി എന്ന് കാരാട്ട് റസാക്ക് പറയുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ്. ഇക്കാര്യം PV അൻവർ മാധ്യമങ്ങളുടെ മുന്നിൽ ഉന്നയിക്കാൻ പോകുന്നതിന് മുൻപ് മറ്റു ചില നേതാക്കളുമായി, മറ്റു ചില പ്രവർത്തകരുമായൊക്കെ അദ്ദേഹം കൂടിയാലോചിച്ചിട്ടുണ്ടാവും. കഴിഞ്ഞ കുറേ മാസങ്ങളായി PV അൻവർ ഇതിനു പിന്നാലെയാണ് എന്നാണ് PV അൻവർ തന്നെ പറഞ്ഞിരിക്കുന്നതും. പരമാവധി തെളിവുകൾ ശേഖരിച്ച് ആഞ്ഞടിക്കാൻ ഒരു അവസരം കാത്തിരിക്കുന്നു. ആ അവസരം എത്തിയപ്പോൾ PV അൻവർ ആഞ്ഞടിക്കുകയും ചെയ്യുന്നു. അല്പസമയത്തിനുള്ളിൽ, ഏകദേശം 1.5 മണിക്കൂറിനുള്ളിൽ PV അൻവർ മുഖ്യമന്ത്രിയെ കാണും. മുഖ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം PV അൻവർ മാധ്യമങ്ങളെ കാണുമോ? അതിനുശേഷം ഈ അന്വേഷണത്തിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും മാറ്റമുണ്ടാകുമോ? ക്രമസമാധാന ചുമതലയിൽ നിന്ന് ADGP മാറ്റുമോ എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. മുഖ്യമന്ത്രിയെ PV അൻവർ പോയി നേരിട്ട് കണ്ടിട്ടും ക്രമസമാധാന ചുമതലയിൽ നിന്ന് ADGP അജിത് കുമാറിനെ മാറ്റാതെയാണ് അന്വേഷണം നടക്കുന്നതെങ്കിൽ അത് മറ്റു ചില സൂചനകൾ കൂടിയാണ്. അപ്പോൾ എങ്ങനെയായിരിക്കും PV അൻവറിൻ്റെ പ്രതികരണം എന്നതും ശ്രദ്ധേയമാണ്. നമുക്ക്